കഴിഞ്ഞ ദിവസമായിരുന്നു ഡോക്ടർ ഷഹന കേസിലെ പ്രതി റുവൈസിന്റെ ജാമ്യ ഹർജിയിലെ വാദത്തിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് മേൽ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ശ്രമം റുവൈസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ആ വാദം കോടതി കാര്യമാക്കി എടുത്തിരുന്നുമില്ല. ഇപ്പോഴിതാ വീണ ജോർജിനെ പ്രതി ചേർത്തുകൊണ്ടുള്ള റുവൈസിന്റെ വാദം പാടെ പൊളിഞ്ഞിരിക്കുകയാണ്. ഡോക്ടർ ഷഹനയോട് സുഹൃത്തായിരുന്ന ഡോക്ടർ റുവൈസ് മുഖത്ത് നോക്കി പണം ആവശ്യപ്പെട്ടതിന് തെളിവായി ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാക്കുറിപ്പാണ് എടുത്തു പറയുന്നത്. ആത്മഹത്യാക്കുറിപ്പിൽ റുവൈസിനെ കുറിച്ച് ഗുരുതര പരാമർശങ്ങളാണുള്ളതെന്നും പോലീസ് ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ആദ്യം ആത്മഹത്യാക്കുറിപ്പിൽ ഒന്നുമില്ലെന്നായിരുന്നു പോലീസ് പറഞ്ഞിരുന്നത്. റുവൈസിനെ രക്ഷിക്കാനും ശ്രമിച്ചു. ചതിയുടെ മുഖംമൂടി തനിക്ക് അഴിച്ചു മാറ്റാൻ കഴിഞ്ഞില്ലെന്ന് ഡോക്ടർ റുവൈസിനെ കുറിച്ച് ഷഹന എഴുതിയിട്ടുമുണ്ട്. ഷഹനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിറയുന്നതും സ്ത്രീധന മരണത്തിന്റെ സൂചനയാണ്. പണം ചോദിച്ചിട്ടില്ലെന്നും നേരത്തെ വിവാഹം നടത്തണമെന്ന ആവശ്യത്തിനെ മാത്രമേ എതിർത്തിട്ടുള്ളൂ എന്നുമായിരുന്നു റുവൈസിന്റെ നിലപാട്. കൂടാതെ ഷഹനയുടെ ആത്മഹത്യയിൽ പങ്കില്ലെന്നും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കേസെന്നുമാണ് റുവൈസിന്റെ ആരോപണം. പോലീസിനെ വിമർശിച്ചതിന്റെ പ്രതികാരമാണ് അറസ്റ്റെന്നും കോടതിയിൽ റുവൈസിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നു. എന്നാൽ ഷഹന സുഹൃത്ത് മാത്രമായിരുന്നുവെന്ന റുവൈസിന്റെ മൊഴിയും പോലീസ് തള്ളി. ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഇരുവരും ഒരുമിച്ച് യാത്രകൾ നടത്തിയ ചിത്രങ്ങളും പോലീസ് കോടതിയിൽ നൽകി. മരിക്കുന്നതിന് 2 ദിവസം മുൻപ് കോളേജ് ക്യാമ്പസിൽ വെച്ചാണ് റുവൈസ് ഷഹനയോട് പണം ആവശ്യപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു. പ്രതി ഇക്കാര്യം സമ്മതിച്ചതായും റുവൈസിന്റെ ജാമ്യാപേക്ഷ എതിർത്ത് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. എന്നാൽ ഇപ്പോൾ ഇത് റുവൈസ് അംഗീകരിക്കുന്നില്ല. ആത്മഹത്യാക്കുറിപ്പിലെ വാചകം കോടതി ഗൗരവത്തോടെ എടുത്താൽ റുവൈസിന് അഴിക്കുള്ളിൽ തുടരേണ്ടി വരും. സ്ത്രീധന നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണ തുടങ്ങിയ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഡിസംബർ 6-ാം തീയതി രാത്രിയാണ് ഷഹനയെ മെഡിക്കൽ കോളേജിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. രാത്രി ICUവിൽ ഡ്യൂട്ടിക്കെത്തേണ്ടിയിരുന്ന ഷഹനയെ കാണാത്തതിനാൽ സഹപാഠികൾ ഫ്ളാറ്റിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് ആത്മഹത്യ ചെയ്തതായി അറിയുന്നത്. അനസ്തേഷ്യയ്ക്കുള്ള മരുന്ന് കുത്തിവെച്ചായിരുന്നു മരണമെന്നായിരുന്നു പോലീസ് കണ്ടെത്തൽ. മുറിയിൽ നിന്ന് ഷഹനയുടെ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിരുന്നു. 150 പവനും 15 ഏക്കറും BMW കാറുമാണ് റുവൈസും കുടുംബവും സ്ത്രീധനമായി ചോദിച്ചതെന്നായിരുന്നു ഷഹനയുടെ ബന്ധുക്കളുടെ ആരോപണം. എന്നാൽ ഇത്രയും വലിയ സ്ത്രീധനം നൽകാനാകില്ലെന്ന് കുടുംബം പറഞ്ഞു. 5 ഏക്കറും ഒരു കാറും നൽകാമെന്ന് അറിയിച്ചിട്ടും റുവൈസിന്റെ കുടുംബം തയ്യാറായില്ലെന്നും ഉയർന്ന സ്ത്രീധനം തന്നെ വേണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിന്നതായും ബന്ധുക്കൾ ആരോപിച്ചിരുന്നു.